പറയാൻ പോകുന്ന കാര്യങ്ങൾ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സിന് വിടാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് പേരൻസ് ഉണ്ട്. സ്വന്തം കുട്ടികളെ ഹോട്ടൽ മാനേജ്മെന്റിലേക്ക് വിടാൻ ഉദ്ദേശിക്കുന്ന പേരൻസ്. പലരും പറയും പാത്രം കഴുകുന്ന ജോലിയാണ്, മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേരൻസിനെ എല്ലാവരെയും കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ട് കുട്ടികളെ മറ്റുള്ളവരുടെ ആഗ്രഹത്തിനൊത്തുള്ള കോഴ്സുകൾ പഠിപ്പിച്ച് ആ കോഴ്സ് നിർത്തി വന്ന് വീട്ടിലിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുട്ടികൾക്ക് ഈ കോഴ്സ് പഠിക്കണമെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിന് വിടാം. കാരണം ലോകത്ത് തന്നെ ഗ്ലോബലി തന്നെ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയും ഏറ്റവും കൂടുതൽ ഹൈ സെറ്റിലിൽ ജീവിക്കുന്നതുമായിട്ടുള്ള ആളുകളെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഉറപ്പായിട്ടും അതിൽ റൂം ഡിവിഷൻ ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി സെക്ടർ പഠിച്ചു പോയിട്ടുള്ള ആളുകളായിരിക്കും. കാരണം ഈ കോഴ്സിന് അത്രയധികം വേക്കൻസികളാണ് നിലനിൽക്കുന്നത്. ഒരാളുടെ വ്യക്തിത്വത്തിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മുടെ നാട്ടില് ചുമ്മാ ഒരു കാര്യം പഠിച്ചുകൊണ്ട് ജോലി നേടി അല്ലെങ്കിൽ അവൻ കുറച്ച് കാശ് ഉണ്ടാക്കുക എന്നത് മാത്രമല്ലല്ലോ. ഒരാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ വ്യക്തിത്വത്തിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് പഠിച്ചുകൊണ്ട് ഒരാളോട് എങ്ങനെ ഇടപഴകണം എന്നുള്ളത് പോലും ഈ ഒരു പഠിത്തത്തിന്റെ പാട്ടായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പഠനമാണ് ഹോട്ടൽ മാനേജ്മെന്റ്. ഹോട്ടൽ മാനേജ്മെന്റിൽ 4-5 ഡിപ്പാർട്ട്മെന്റുകളാണ് നടക്കുന്നത്. ഇത് ചുമ്മാ ഒരു ഹോട്ടലിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ജോബല്ല. ക്രൂസ് ലൈൻസുകൾ അല്ലെങ്കിൽ എയർലൈൻസുകൾ, വലിയ ഇന്റർനാഷണൽ ഹോസ്പിറ്റലുകൾ, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റാലിറ്റി എവിടെയുണ്ടോ അവിടെയെല്ലാം വേക്കൻസീസ് ഉള്ള ഒരു മേഖലയാണ്. ഏറ്റവും കൂടുതൽ യൂറോപ്പുകളിൽ വേക്കൻസീസ് വരുന്ന ഒരു മേഖലയാണ്. കാരണം മറ്റ് നഴ്സസിനോ അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ ഫീൽഡ്, എഞ്ചിനീയറിംഗ് ഫീൽഡിന് IELTS-ന് സ്കോർ കൂടുതലാണ് ചോദിക്കുന്നത്. അതേസമയം ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഈ ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് ചോദിക്കുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള 5.5 ഒക്കെയാണ് പല യൂണിവേഴ്സിറ്റിയിലും അല്ലെ പലയിടത്തും ചോദിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് യൂറോപ്പിലേക്ക് സെറ്റിൽ ആകാനും വിദേശത്തേക്ക് പോകാനും പറ്റുന്ന നല്ലൊരു കോഴ്സാണ് ഹോട്ടൽ മാനേജ്മെന്റ്. ഇതിനകത്ത് 4 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ പല കോളേജുകളും ട്രെയിനിങ് കൊടുക്കാറില്ല പ്രോപ്പറായിട്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട്, അതും ബഹ്റൈനിലും ദുബൈയിലും ഒക്കെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കുകയാണ്. പഠനത്തോടൊപ്പം തന്നെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഹോട്ടലിയർ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിച്ചെടുക്കുകയാണ്. അത് മാത്രമല്ല, പഠിക്കാൻ വരുന്ന സമയത്ത് തന്നെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ, ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ വന്ന 3 മാസത്തിനുള്ളിൽ തന്നെ ഈ കുട്ടികളെ ഒരു ഇന്റർനാഷണൽ പ്ലേസിൽ കൊണ്ടുപോയി, അതായത് ദുബൈയിലോ മലേഷ്യയിലോ തായ്ലാന്റിലോ കൊണ്ടുപോയി അവിടെയുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടൽ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവുകയാണ് ഞാൻ ഇനി പഠിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയിലേക്കാണ് പോകുന്നത്, എന്തായിരിക്കും എന്റെ ജോലി എന്നുള്ളതിനെ കുറിച്ച് പോലും കുട്ടികൾ അവെയർ ആവുകയാണ്. അതെ, അങ്ങനെ താല്പര്യമുള്ള പേരൻസിന്, ഹോട്ടൽ മാനേജ്മെന്റിനെ കുറിച്ച് വിടാൻ ഉദ്ദേശിക്കുന്ന പേരൻസിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മളൊരു ഏജൻസി അല്ല, നമ്മളൊരു വക്താക്കൾ, ഒരു ഏജന്റിന്റെ വക്താവോ മറ്റൊന്നുമല്ല. ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ പോകുന്ന താല്പര്യമുള്ള കുട്ടികളുള്ളവരുടെ പേരൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എനി ടൈം നിങ്ങൾക്ക് കോൾ ചെയ്യാം. ഞാൻ നിങ്ങൾക്കുള്ള ഏത് കോളേജ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കോഴ്സുകളായിരിക്കണം, ഡിഗ്രി വേണോ, ഡിപ്ലോമ വേണോ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റിലേറ്റഡ് ഈ ഹോട്ടൽ മാനേജ്മെന്റുമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞാൻ നിങ്ങളുടെ ഈ ഡൗട്ടുകളെല്ലാം റിഗാർഡിങ് ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടുകളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.